CPM നേതാവ് TM അബ്ദുൾ അസീസിന് നേരെയുണ്ടായ വധശ്രമത്തിൽ CPM ഏരിയ കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കാതെ അക്രമമാർഗം സ്വീകരിച്ചാൽ CPM കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. പോലീസ് അധികാരികൾ അക്രമികളെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഏരിയ സെക്രട്ടറി KA ജോയ് ആവശ്യപ്പെട്ടു. CPMന്റെ ശക്തനായ നേതാവാണ് TM അബ്ദുൾ അസീസ്. അദ്ദേഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനാണ് വർഗീയവാദികളുടെയും UDFന്റെയും കൂട്ടായ ശ്രമം. ഈ കിരാതശ്രമത്തെ CPM കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. ശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാകുമെന്ന് ഏരിയ സെക്രട്ടറി KA ജോയ് പറഞ്ഞു. ഇത് CPMനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നൊരു പാർട്ടിയുടെ ഭാഗം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് തത്സമയം പ്രതികരിക്കാൻ ഒട്ടേറെ പരിമിതികളുണ്ട്. നിയമ സംവിധാനങ്ങളെ കാറ്റിൽ പറത്തുന്ന സമീപനം നമ്മളാരും സ്വീകരിക്കാൻ പാടില്ല. മേദലപ്പള്ളി വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച തുടരുകയാണ്. നിയമപരമായിട്ട് ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശൈലിയാണ് ഞങ്ങളൊക്കെ സ്വീകരിക്കുന്നത്. അവിടുത്തെ ഒരു ജനകീയത ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ വകവരുത്താനുള്ള ശ്രമം SDPIയും കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ശ്രമിച്ചു കഴിഞ്ഞാൽ CPM കോതമംഗലത്ത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. ഇത് വളരെ ശക്തമായ ഭാഷയിൽ പറയുകയാണ്. ഏത് വിഷയമുണ്ടെങ്കിലും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമല്ലോ. അതല്ലേ ജനാധിപത്യത്തിൻ്റെ ഒരു ഉള്ളടക്കം. ഇതേതായാലും പൊതുസമൂഹം തിരിച്ചറിയണം. ഇതുപോലെ അക്രമവാസന കോതമംഗലത്ത് അങ്ങനെ സ്വീകരിക്കുന്ന സമീപനം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാൻ പാടില്ല. SDPIയെ സംരക്ഷിക്കുന്നതും അവിടുത്തെ മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്നുള്ളതൊക്കെ വളരെ പരസ്യമായി ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അബ്ദുൾ അസീസിനെതിരെയുള്ള വധശ്രമത്തിൽ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം. അക്രമികളെ കണ്ടെത്തി കയ്യാമം വയ്ക്കണമെന്നും ഏരിയ സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഉത്തരവാദപ്പെട്ട അധികാരികൾ കർശനമായിട്ടുള്ള നടപടി സ്വീകരിച്ച് യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല. അവരെ കയ്യാമം വെച്ച് പൊതുസമൂഹത്തിൽ അത് ബോധ്യപ്പെടുത്തണം എന്നുകൂടി. GTV ന്യൂസ് കോതമംഗലം.